ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ്നെസ് ഓഫ് മെട്രിക് സ്പേസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ എക്സാമ്പിൾസ് ഓഫ് കംപ്ലീറ്റ് മെട്രിക് സ്പേസസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് എൽ പി എന്നത് ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് കംപ്ലീറ്റ് മെട്രിക് സ്പേസ്. സി ഓഫ് എ ബി കണ്ടിന്യൂസ് ഫങ്ഷൻസിൻ്റെ മെട്രിക് സ്പേസ് അതൊരു എക്സാമ്പിളാണ്. അത് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് നോക്കണം. ഓക്കെ, then we'll discuss some examples of incomplete metric spaces. Okay, that's what we are going to do. Okay, completeness of LP കൊടുത്തിട്ടുണ്ട്. You want to look into that. അതിൻ്റെ പ്രൂഫ് മിങ്കോസ്കിസ് ഇനീക്വാലിറ്റിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്. അതൊന്ന് നോക്കുക, പഠിക്കേണ്ടത് തന്നെയാണ്. ദെൻ കംപ്ലീറ്റ്നെസ് ഓഫ് സി ഓഫ് എ ബി ഫങ്ഷൻ സ്പേസ് ഫങ്ഷൻസ് കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഫ്രം എ ബി ടു എ ബി, അതിൻ്റെ കംപ്ലീറ്റ്നെസ്. ദെൻ വിൽ ഡിസ്കസ് സം എക്സാമ്പിൾസ് ഓഫ് ഇൻകംപ്ലീറ്റ് മെട്രിക് സ്പേസസ്. ഇൻകംപ്ലീറ്റ് എന്ന് വെച്ചാൽ in that metric space there exists some Cauchy sequence which is not convergent in that metric, in that metric space, in that set. Okay, അപ്പോൾ നമ്മൾ സെറ്റ് ദ സ്പേസ് ക്യൂ, നമ്മൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് വിത്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ എടുത്താൽ ദാറ്റ്സ് എ മെട്രിക് സ്പേസ്. അതിൻ്റെ ഒരു സബ്സെറ്റ് ആയിട്ടുള്ള ക്യൂ മീൻസ് സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് വിത്ത് സെയിം മെട്രിക്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു നമ്പേഴ്സ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ. ദെൻ ഇറ്റ് വിൽ ബി എ മെട്രിക് സ്പേസ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്. അതിനുള്ള കാരണം ദർ എക്സിസ്റ്റ് സം Cauchy സീക്വൻസസ് വിച്ച് ആർ നോട്ട് കൺവെർജൻറ്റ് ഓൺ ക്യൂ. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇഫ് ഐ ടേക്ക് ദ സീക്വൻസ് 1, then 1 plus 1 by 4, 1 plus 1 by 4 plus 1 by 9. So what's the nature of the sequence? ഇതിൽ nth ടേം എന്ന് പറയുന്നത് 1 plus 1 by 2 square plus etc plus 1 by n square. Okay, etc. If you take this sequence, ഇതെല്ലാം റാഷണൽ നമ്പേഴ്സാണ്. 1 റാഷണൽ നമ്പറാണ്. ദിസ് ഈസ് റാഷണൽ, ദിസ് സം വിൽ ബി റാഷണൽ, ദിസ് വിൽ ബി റാഷണൽ. But this sequence is converging to a point which is pi square by 6. Okay, pi square by 6 എന്ന് പറയുന്ന ഒരു ഇറാഷണൽ നമ്പറിലേക്കാണ് ആ സീക്വൻസ് കൺവേർജ് ചെയ്യുക. ഓക്കെ, അതിനുള്ള കാരണം സിഗ്മ n ഈക്വൽ ടു 1 to infinity 1 by n square ഈക്വൽ ടു pi square by 6 ആണെന്ന് കാണാൻ കഴിയും. സീരീസിൻ്റെ സമ്മിലേക്കാണ് അത് കൺവേർജ് ചെയ്യുക, വിച്ച് ഈസ് നോട്ട് റാഷണൽ. അതുകൊണ്ട് എ സീക്വൻസ്, അത് നമ്മൾ എടുത്തിട്ടുള്ള സീക്വൻസ് കൺവേർജൻ്റ് ആണ് റിയൽ നമ്പേഴ്സിൽ കൺവേർജൻ്റ് ആയതുകൊണ്ട് തന്നെ അത് കൺവേർജൻറ്റ് സീക്വൻസ് എല്ലാം കോഷിയാണ്. സോ റിയൽ നമ്പേഴ്സിൽ അത് കോഷിയാണ്, അതുകൊണ്ട് ക്യൂവിലും കോഷി ആയിരിക്കും. ഓക്കെ, വിച്ച് ഇസ് എ Cauchy സീക്വൻസ്, ഡെഫിനറ്റ്ലി ഇസ് എ Cauchy സീക്വൻസ്. ബട്ട് നമുക്ക് എന്ത് പറയാം, Cauchy സീക്വൻസ് ആയിട്ടും നോട്ട് കൺവേർജൻ്റ് ആണ് ഇൻ ക്യൂ, വിച്ച് ഈസ് കൺവേർജൻ്റ് ഓൺലി ഇൻ ആർ. അത് കൺവേർജൻ്റ് ആവുന്ന pi square by 6 എന്ന് പറയുന്നത് നോട്ട് ബിലോങ്സ് ടു ക്യൂ ആണ്. സോ ദാറ്റ് Cauchy സീക്വൻസ് ഈസ് നോട്ട് കൺവേർജൻറ്റ് ഇൻ ക്യൂ, സോ ക്യൂ ഈസ് നോട്ട് കംപ്ലീറ്റ്. ഓക്കെ, സിമിലർലി എക്സ് ബി ദ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ്. സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് എന്നുള്ളത് കൺസിഡർ ചെയ്താൽ ഫ്രം ഓൺ എ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ നിന്നുള്ള സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് എടുത്താൽ, ഒരു ഫങ്ഷനാണല്ലോ പോളിനോമിയൽസ്, ഫങ്ഷൻസ് ഫ്രം എ ബി ആയിട്ടുള്ള രീതിയിൽ അതെടുത്തു കഴിഞ്ഞാൽ ദെൻ ദിസ് സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ആർ നോട്ട് ഗോയിങ് ടു ബി എ കംപ്ലീറ്റ് മെട്രിക് സ്പേസ്. അതിന് എക്സാമ്പിൾ പറയുന്നത് അത്, അപ്പോൾ നമുക്കൊരു Cauchy സീക്വൻസ് വേണം വിച്ച് ഈസ് നോട്ട് കൺവേർജൻറ്റ് ഇൻ ദിസ് സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ്. നമുക്ക് ഒരു എക്സാമ്പിൾ പറയുന്നത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. സിഗ്മ n ഈക്വൽ ടു 0 to infinity എക്സ് റേസ് ടു കെ ബൈ കെ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് എന്നുള്ള ഫംഗ്ഷനാണ് വരിക. അപ്പോൾ
യു ക്യാൻ കൺസ്ട്രക്റ്റ് എ സീക്വൻസ്. അതിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇതിലെ ഫസ്റ്റ് ടേം എക്സ് റേസ് ടു 0/0 ഫാക്ടോറിയൽ. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എക്സ് റേസ് ടു 0/0 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 1/1 ഫാക്ടോറിയൽ. തേർഡ് ടേം ദെൻ സിഗ്മ n ഈക്വൽ ടു 0 to 3. തേർഡ് ടേം ആകുമ്പോൾ 0 to 2 എക്സ് റേസ് ടു k/k ഫാക്ടോറിയൽ. ഫോർത്ത് ടേം സിഗ്മ k ഈക്വൽ ടു, ഇതെല്ലാം k ഈക്വൽ ടു ആണ് കേട്ടോ, n ഈക്വൽ ടു അല്ല, k ഈക്വൽ ടു 0 to 3 എക്സ് റേസ് ടു k/k ഫാക്ടോറിയൽ. ഇങ്ങനെ പോയാൽ ദിസ് ഇസ് എ സീക്വൻസ്. ഇതിൽ ഓരോ ടേമും പോളിനോമിയൽസ് ആണ്. എക്സിന് പവർ പോസിറ്റീവ് പവേഴ്സ് മാത്രമല്ല, ഇൻറ്റീജർ പവേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. ഓൾ ഓഫ് ദം ആർ പോളിനോമിയൽസ്. ബട്ട് ദിസ് സീക്വൻസ് ഈസ് കൺവേർജിങ് ടു എ ഫംഗ്ഷൻ വിച്ച് ഈസ് ഇ റൈസ് ടു എക്സ്. കൺവേർജ് ചെയ്യുന്നത് ഇ റൈസ് ടു എക്സിലേക്കാണ്. ഇ റൈസ് ടു എക്സ് ഈസ് നോട്ട് എ പോളിനോമിയൽ. സോ the sequence, there exists a sequence which is converging to a function outside set of all polynomials. ഈ സീക്വൻസ് കോഷി സീക്വൻസ് ആണെന്ന് കാണാൻ കഴിയും. ബട്ട് ദിസ് കൺവേർജൻറ്റ് ഫംഗ്ഷൻ ഈസ് നോട്ട് എ പോളിനോമിയൽ. കൺവേർജിങ് ലിമിറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ. സോ ദിസ് ഇസ് നോട്ട് എ കംപ്ലീറ്റ് മെട്രിക് സ്പേസ്. ഓക്കെ, ദെൻ കണ്ടിന്യൂസ് ഫങ്ഷൻസിൻ്റെ സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫങ്ഷൻസ് നോട്ട് എ അതിനെക്കുറിച്ച്. For this function, this set of all continuous functions, this set is set of all continuous functions on that is on this set 0,1. C01 ഉണ്ടായിരുന്നത് പോലെ തന്നെയാണ് സെറ്റ്. ബട്ട് ദ ഡിഫറൻസ് ഈസ് ഹിയർ ദ മെട്രിക് ഈസ് നോട്ട് സുപ്രീമ മെട്രിക്സ്. ആ കേസിൽ നമ്മൾ C01ൻ്റെ കേസിൽ മാക്സിമം ഓഫ് എക്സ് ഓഫ് ടി മൈനസ് വൈ ഓഫ് ടി എന്നുള്ള രീതിയിലായിരുന്നു മെട്രിക് എടുത്തിരുന്നത്. But in this case, the distance between two functions x and y is defined as d of xy equal to integral 0 to 1 x of t minus y of t dt. So it's a different metric space. Now we want to show that this is not complete. Again, we want to find a Cauchy sequence which is not converging to a continuous function on this set. Okay. അപ്പോൾ അതെടുത്തിട്ടുള്ളത് ഫിഗറൊക്കെ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. യു ക്യാൻ സീ ദാറ്റ് ഇവിടെ എക്സം ബി ദ ഫങ്ഷൻ ഇൻ ദ ഫിഗർ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ അതെങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് വെച്ചാൽ യു ക്യാൻ സീ എക്സമിൻ്റെ പ്രത്യേകത വാല്യൂ ഓഫ് ദിസ് ഫങ്ഷൻ എക്സം ഈസ് 0 ഫോർ ഇൻ്റർവെൽ 0 to 1/2. Now 1/2 to am. 1/2 to am എന്ന് വെച്ചാൽ 1/2 to ഒരു നമ്പർ വരെ 1/m വിഡ്ത്ത് വരെ ഹൈറ്റ് 1ലേക്കുള്ളൊരു ലൈനാണ് വരിക. ഓക്കെ, അപ്പോൾ എക്സ് 3 ആണെങ്കിൽ 0 to 1/2 0 തന്നെ. x3 ആണെങ്കിൽ 1/3 വിഡ്ത്തുള്ള ഒരു ഇത് വരും. അപ്പോൾ ഈ ഹൈറ്റ് 1ലേക്ക് 1/3 ഇവിടുന്ന് ഇങ്ങോട്ടുള്ള 1/2 പ്ലസ് 1/3. ഓക്കെ, ഈ പോയിൻ്റ് എന്ന് പറയുന്നത് am എന്ന് പറയുന്നത് 1/2 പ്ലസ് 1/3 ആയിരിക്കും am. അപ്പോൾ 1/5ലേക്ക് 1/5 എന്നുള്ള പോയിൻറ്റും 1/5, 1ലേക്കുള്ള ഒരു ലൈൻ. ഓക്കെ, ഫോർ x belongs to 0 to 1, this will be this function. 1/2 to am, this will be this one. Now am to 1, am മുതൽ 1 വരെയുള്ള ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1 തന്നെയാണ്. ഓക്കെ, സോ 3 ഇൻ്റർവെല്ലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. 0 to 1/2 0 ആണ്. 1/2 to am, it is a line like this. It is a line like this. Then 1 am to 1, it is a parallel line or horizontal line at 1. Okay, so these functions are continuous. ഏത് m കൊടുത്താലും we are going to get a continuous function. Okay,
അപ്പോൾ കണ്ടിന്യൂസ് ഫങ്ഷൻസിൻ്റെ ഒരു സീക്വൻസ് ആണ്. ഡിഫറെൻറ്റ് എം കൊടുക്കുമ്പോൾ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് കിട്ടും. സോ ദാറ്റ്സ് എ സീക്വൻസ് ഓഫ് കണ്ടിന്യൂസ് ഫങ്ഷൻസ്. നൗ നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് എ കോഷി സീക്വൻസ്. ഇവിടെ യു ക്യാൻ സി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഫങ്ഷൻസ് xm ആൻഡ് xn ഇസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഓക്കെ, ഇതിൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ആയിരിക്കും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ xm ആൻഡ് xn എന്ന് പറയുന്നത് വരുന്നത്, ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ. ഓക്കെ, സോ യു ക്യാൻ മേക്ക് ഇറ്റ് വെരി വെരി സ്മോൾ if m and n are much larger. If you can see that dxm dxn can be less than epsilon whenever if you are choosing m and n greater than 1 by epsilon. Okay, that you can see figure ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ബേസിക്കലി വാട്ട് വി ആർ ഷോയിങ് ഇസ് ഇറ്റ് ഈസ് എ കോഷി സീക്വൻസ്. നൗ അത് ഡസ് നോട്ട് കൺവേർജ് ഇൻ ദിസ് സെറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ കൺവേർജ് ചെയ്യുന്നുണ്ടാവാം ഏതെങ്കിലും ഫംഗ്ഷനിലേക്ക്, പക്ഷേ ആ കൺവേർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ എവിടെ ഉള്ളതാവില്ല, ഈ സെറ്റിലുള്ളതാവില്ല. ഓക്കെ, അപ്പോൾ എക്സമിൻ്റെ പ്രത്യേകത xn ഈക്വൽ ടു 0 ഫോർ 0 to 1/2 ആൻഡ് xm ഈക്വൽ ടു 1 ഫോർ ദിസ് വൺ. നൗ 1/2 ടു amൻ്റെ ഇടയിലാണ് ഈ ലൈന് വരുന്നത്. അതിനൊരു ഇക്വേഷൻ ഉണ്ടാവും ആ ലൈനിന്. ഓക്കെ, ദെൻ ആ ലൈനിൻ്റെ ഇക്വേഷൻ എന്താണ്? amൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ 1/3 ചെയ്തതുപോലെ amൻ്റെ ഇക്വേഷൻ am equal to 1/2 plus 1 by m ആണ്. So distance between so this function will be converging to a function x of t. x of t എന്താണ്? ആ ഫംഗ്ഷൻ കൺവേർജ് ചെയ്യുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട്. dxm നമുക്ക് ഈ ഫംഗ്ഷൻ ഇതിൽ നോക്കിയാൽ അറിയാം, എം വലുതായി വരുന്നതിനനുസരിച്ച് ഈ വിഡ്ത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ആസ് എം ടെൻസ് ടു ഇൻഫിനിറ്റി ഈ ഫംഗ്ഷൻ പോകുന്നത് എങ്ങോട്ടാണ്? ഇത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ഫോർ 1/2 ദിസ് ഇൻ്റർവെൽ 0, പിന്നീട് ഒരു സ്ട്രൈറ്റ് ലൈൻ ലൈക്ക് ദിസ്, ദെൻ ദിസ് എന്നുള്ള രീതിയിലാണ് വരിക. അങ്ങനെയാണ് അതിൻ്റെ കൺവേർജൻസ് വരിക. അപ്പം ആക്ച്വലി സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്നത് ഫംഗ്ഷന് പോസിബിൾ അല്ല. ഒരു 1/2 ഒരു ഇമാജ് അല്ലേ പാടുള്ളൂ, ഒന്നിൽ കൂടുതൽ ഇമാജ് പാടില്ലല്ലോ. സോ ആക്ച്വലി ഇറ്റ് ഈസ് കൺവേർജിങ് ടു ദ ഫംഗ്ഷൻ ലൈക്ക് ദിസ്. 1/2 വരെ 0, 1/2 മുതൽ 1 എന്നുള്ള ഫംഗ്ഷനിലേക്കായിരിക്കും, വിച്ച് ഈസ് എ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഓർ വിച്ച് ഈസ് എ ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ആ എക്സ് ഓഫ് ടിയിലേക്കാണ് ഈ ഫംഗ്ഷൻ കൺവേർജ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ഫംഗ്ഷൻ ഈസ് കൺവേർജൻ ടു എ ഫംഗ്ഷൻ എക്സ് ഓഫ് ടി വിച്ച് ഈസ് 0 ഫോർ ഇൻ്റർവെൽ 0 to 1/2 ആൻഡ് ദ വാല്യൂ ഈക്വൽ ടു 1 ഫോർ ദ ഇൻ്റർവെൽ 1/2 to 1 എന്നുള്ളതായിരിക്കും, വിച്ച് ഈസ് നോട്ട് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. സോ ദ ഫംഗ്ഷൻ ഈസ് നോട്ട് കൺവേർജിങ് ടു എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അതുകൊണ്ട് ദിസ് ഈസ് എ is an example of Cauchy sequence which is not convergent in this sequence. അതിൻ്റെ കാരണം പറയുന്നുണ്ട്, എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 ഓഫ് ടി ബിലോങ്സ് ടു 0 1/2, എക്സ് ഓഫ് ടി ഈക്വൽ ടു 1 ഇഫ് ടി ബിലോങ്സ് ടു 1/2 1 ആയിരിക്കും, ബട്ട് വിച്ച് ഈസ് നോട്ട് കണ്ടിന്യൂസ്. ദിസ് പ്രൂവ് ദാറ്റ് എക്സ് ഈസ് നോട്ട് എ complete metric space. Okay, this proves that x is not complete. Okay, you can see similar questions. You want to practice more questions, there will be exercise questions, try to do them. അപ്പോൾ ഇതിൽ തന്നെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളതിന് എക്സാമ്പിളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതിന് മുമ്പ് CAB കംപ്ലീറ്റ് ആണെന്ന് പറയുന്നതും LP എന്നുള്ള സ്പേസ് കംപ്ലീറ്റ് ആണെന്ന് പറയുന്നതിൻ്റെയും പ്രൂഫുകൾ ഈ ടെക്സ്റ്റിൽ തന്നെ അവൈലബിൾ ആണ്, അതും കൂടെ നോക്കണം. ഓക്കെ, അപ്പോൾ LP എന്ന് വെച്ചാൽ P സമ്മബിൾ ആയിട്ടുള്ള സീക്വൻസസിൻ്റെ കളക്ഷൻ. അത് കംപ്ലീറ്റ് ആണ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്, അതും കൂടെ ഒന്ന് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. ഓക്കെ, താങ്ക് യു.